കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രസ് ക്ലബില് ഇതേപോലെ പ്രസ് മീറ്റിൽ അന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു. അന്ന് എൻ്റെ CBI മത്സര സംവിധാനത്തിൽ സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. ആ സിനിമ കേരളത്തിൽ ആദ്യം തുടങ്ങിയത് ഫെറൂഖ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മലബാർ കാലിക്കറ്റിനടുത്ത്. ഫെറൂഖിൽ ആ ഷോ തുടങ്ങുന്നത് ഏതാണ്ട് 11-12 മണിക്കാണ്. കിഴിയെന്നും പറഞ്ഞ് അന്നൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു. അയാൾ 10 മണിക്ക് ന്യൂസ് ഇറക്കി. ആ സിനിമയെ കുറിച്ച് പറയും, ആ സിനിമ കാണാത്ത ഒരാൾ പറയുന്ന പോലെ അയാൾ പറഞ്ഞ ആ സിനിമ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഈ പറഞ്ഞ റിവ്യൂസ് വന്നു. സിനിമ ഇറങ്ങി തീരണം മുമ്പ്. അപ്പോ നല്ല റിവ്യൂവർ ആണെങ്കിൽ അയാൾക്ക് നെഗറ്റീവും പോസിറ്റീവും എഴുതാൻ സിനിമയൊന്നും കാണണ്ട. ഏതെങ്കിലും 3-4 വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അംശം കിട്ടിയാൽ അവർ ഫില്ലപ്പ് ചെയ്യും. പിന്നെ അവരുടേതായ സത്യസിദ്ധമായ ഭാഷ. ഇപ്പൊ ഇതിനകത്ത് അശ്വിൻ ഗോഖ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഈ സിനിമയെ കുറിച്ച് പറയുന്ന കേട്ടാൽ നമുക്ക്, എനിക്കറിയാം അയാൾ സിനിമ കണ്ടിട്ടില്ല, ഇല്ലെങ്കിൽ സിനിമ കണ്ട വേഗം മനസ്സിലായിട്ടില്ല, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവാം, നമുക്കറിയില്ല. അപ്പൊ റിവ്യൂ എന്ന് പറയുന്ന സാധനം പാടില്ല എന്ന് ഞാൻ പറയില്ല. റിവ്യൂ വേണം, പക്ഷെ റിവ്യൂവിനകത്ത് നമ്മൾ സത്യസന്ധന്മാരായിരിക്കണം. അതിനകത്ത് നല്ലതുണ്ടെങ്കിൽ നല്ലതായിട്ടും ചീത്തയുണ്ടെങ്കിൽ ചീത്തയായിട്ടും പറയാം. അങ്ങനെ പറയണം. അല്ലാതെ 100% വെറുതെ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി നെഗറ്റീവ് റിവ്യൂസ് എഴുതിയാൽ എങ്ങനെ ശരിയാവുക? വേറൊന്നുമല്ല, ഇത് ബാധിക്കുന്നത് ഒരു പക്ഷെ ഈ പറയുന്ന പോലെ ആ സിനിമയെ ഒരു പരിധിവരെ ബാധിച്ചേക്കാം. ഈ ടെക്നീഷ്യന്മാരെ അല്ല, ഒരു മനുഷ്യൻ കാശ് മുടക്കിയിരിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി. നമ്മളൊക്കെ വിശ്വസിച്ച് കാശ് മുടക്കി ഒരു പ്രൊഡ്യൂസറുണ്ട്, അയാൾ നിരപരാധിയാണ്. അയാളെ ആയിരിക്കും ഇത് അൾട്ടിമേറ്റ് ആയിട്ട് ബാധിക്കും. അതുകൊണ്ട് എന്ത് പ്രയോജനം അവർക്ക് കിട്ടും? എന്നോട് വിരോധം ഉണ്ടെങ്കിൽ വേറെ ഏത് രീതിയിലും തീർക്കാം. അല്ലെ, ധ്യാൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് ആളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് തീർക്കാം. പക്ഷെ അതിന് ഈ സിനിമ എന്നുള്ള മാധ്യമം, കാരണം അതിന്റെ കമന്റ്സ് വായിച്ചാൽ അറിയാം ഇവരാരും സിനിമ കണ്ടിട്ടില്ല. ധ്യാനിനെ ചീത്ത പറയാൻ വേണ്ടി മാത്രമാണ് കമന്റ്സ് മുഴുവൻ. പടക്കം പൊട്ടി ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ ആ സിനിമയിൽ എങ്ങനെ അഭിനയിച്ചു? അപ്പോൾ റിവ്യൂസും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കമന്റ്സ് ഒന്നും യാഥാർത്ഥ്യമല്ലെന്ന് വേണം ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പറയുന്ന ക്യാരക്ടർ എന്റെ മനസ്സിലുണ്ടായപ്പോൾ പല അന്വേഷണം നടത്തിയപ്പോൾ എന്റെ മനസ്സിൽ സൂട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ് ധ്യാൻ. ധ്യാനോട് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയോ ഇല്ലെങ്കിൽ ധ്യാനിനെ കൊണ്ടുള്ള എന്തെങ്കിലും പ്രത്യേക ബെനിഫിറ്റോ ഉദ്ദേശിച്ചാൽ എന്റെ മനസ്സിൽ ആ ക്യാരക്ടർ ഇയാൾ സൂട്ടാവും. എന്റെ പടത്തിലെ ഹീറോസ് ആയ മമ്മൂട്ടിയോ മോഹൻലാലിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതല്ല എന്റെ ചോദ്യം. അല്ല ഞാൻ പറഞ്ഞത്, ധ്യാൻ ഇങ്ങനെ ഒരു കോമഡി ട്രാക്കിൽ പോകുന്ന ആളാണ്. പക്ഷെ ഇതിന്റെ അകത്ത് കുറച്ചുകൂടെ സീരിയസ് ആയ വേറൊരു തരം അയാൾക്ക് കഴിവുണ്ടെന്ന് മനസ്സിലായി. ആദ്യത്തെ ചോയ്സ് എല്ലാവരും പറയുന്ന പോലെ അയാളൊരു എല്ലാ സ്ഥിരം സീരിയോ ടൈപ്പ് അല്ലാന്ന് മനസ്സിലായല്ലോ. അയാൾക്ക് അങ്ങനെയും പറ്റും ഇല്ലേ? അല്ല, എനിക്കറിയാം, ഞാൻ ധ്യാനിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് ആ മനസ്സിൽ തോന്നിയത് ഇയാൾ ഓക്കെ ആയിരിക്കും, അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഒരുപാട് എതിർപ്പുണ്ട് അതിനെ കുറിച്ചൊക്കെ. പക്ഷെ അതിനൊക്കെ ഞാൻ എങ്ങനെ ഉത്തരം പറയേണ്ടത്? അയാളുടെ ക്യാരക്ടർ നന്നായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയാം. അല്ല, എന്തിനാ അയാളെ ഇട്ടതെന്ന് വിമർശിച്ച് ചോദിച്ചതല്ല. ഞാൻ ചോദിച്ചത് അങ്ങേക്ക് ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്ന ഘട്ടത്തിൽ. പക്ഷെ അങ്ങനത്തെ റോൾ അല്ലല്ലോ എനിക്ക് ഉദ്ദേശിക്കുന്ന പോലെ. എനിക്ക് കൺവെൻഷണൽ ആയിട്ട് എന്റെ സിനിമകൾ അഭിനയിക്കുന്ന ഒരു ഹീറോസിനെ കൊണ്ട് ഈ പടം ചെയ്യാൻ പറ്റില്ല. ക്യാരക്ടറൊക്കെ യോജിക്കണ്ടേ അവരുമായിട്ട്? മമ്മൂട്ടി മോഹൻലാൽ എന്നല്ല, മമ്മൂട്ടിയോടും മോഹൻലാലിനോട് വേറെ കഥായിരിക്കും. അല്ല, ഇപ്പൊ മമ്മൂട്ടിയോടും മോഹൻലാലിനോട് ഇത്ര അടുത്ത് ബന്ധമുള്ള അങ്ങേക്ക് അവരെ ദുൽഖറായാലും പ്രണവിനെയായാലും വേറെ ആരും കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞ എന്റെ മനസ്സിൽ തോന്നിയ കഥയാണ്. ഞാൻ അത് മാത്രമേ ചിന്തിച്ചത്. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കാൻ പോയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്.